കാഴ്ചവെക്കുന്നു CL ജോസിന്റെ വെളിച്ചം വന്ന വഴി. പങ്കെടുക്കുന്നവരും കഥാപാത്രങ്ങളും: അഡ്വക്കേറ്റ് സോമനാഥ്, സ്റ്റാൻലി തോമസ്, ബ്ലേഡ് രവീന്ദ്രൻ, റോയ് തോമസ്, അനീഷ, അനുപിനു, ചാക്കോച്ചി, സാം കെ മാത്യു, ഏലിയാമ, സീന സാം, ഗുമസ്തൻ ബിനു വർഗീസ്. സംഗീതം ശബ്ദലേഖനം സുഭാഷ് പന്തലൂർ. സംവിധാനം സണ്ണി ജോൺ. സ്പെഷ്യൽ താങ്ക്സ് ഇന്ത്യൻ പബ്ലിക് ഹൈസ്കൂൾ റാസൽ ഖൈമ. ഗുഡ് ഈവനിങ് ഡാഡി. ഗുഡ് ഈവനിങ്. അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു. എന്തു പറഞ്ഞു? മുത്തച്ഛന്റെ വിശേഷം എന്താ? രോഗം മുഴുവൻ ഭേദമായിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്. അമ്മ എന്ന് മടങ്ങും? 2 ദിവസം കൂടി കഴിഞ്ഞ് വരാമെന്നാ പറഞ്ഞത്. ഇതുപോലൊരു കവളിൽ നിന്നെയും എനിക്ക് കാണണം. ലോ കോളേജിൽ ചേരാനുള്ള ഫോം വാങ്ങിയോ? ഇല്ല. എന്താ മോളെ ഇത്? എത്രയും പെട്ടെന്ന് വാങ്ങി അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല അഡ്മിഷൻ കിട്ടാൻ. ആലോചിക്കാം. ആലോചിക്കാമെന്നോ? 2 ദിവസമായില്ലേ ഞാൻ പറയുന്നു. ഇങ്ങനെ അലസത കാട്ടിയാലോ? എല്ലാത്തിനും ഒരു ചിട്ടയും കൃത്യനിഷ്ഠയൊക്കെ വേണ്ടേ? ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഇനി സമയമുണ്ട്. ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണോ നീ? LLBക്ക് ചേരാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ? ഡാഡി അല്ലേ തീരുമാനിച്ചത്? ഞാൻ തീരുമാനിച്ചില്ല. എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. ഇനി എന്താലോചിക്കാൻ? ഇത്ര ദിവസമായിട്ടും ആലോചന തീർന്നില്ലേ? എന്റെ ഫ്യൂച്ചറിന്റെ കാര്യമല്ലേ, തീരുമാനം എനിക്ക് വിട്ടുതരൂ. യെസ്, കമിൻ. രവീന്ദ്ര, എന്തുകൊണ്ടോ വിശേഷം? അടുത്ത ബുധനാഴ്ചയല്ലേ നമ്മുടെ കേസ്? ഓർമ്മയുണ്ട്. അതെല്ലാം ഞാൻ നന്നായി വാദിക്കും, ഒരു പ്രശ്നവുമില്ല. ഞാൻ കൂടെയുള്ളപ്പം മറക്കാൻ വിടുമോ? ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ. മകന് മെഡിസിന്റെ സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയില്ലേ? റാങ്ക് ലിസ്റ്റിൽ മകന്റെ പേരുണ്ടായിരുന്നെങ്കിൽ അവന് മെറിറ്റിൽ കിട്ടിയാന്. ഭാഗ്യമില്ലാതെ പോയി. ഇനി ഏതെങ്കിലും പ്രൈവറ്റ് കോളേജ് തന്നെ ശരണം. 20-25 ലക്ഷമാ പറയുന്നത്. ഏതാണ്ട് ലേലം വിളി പോലെ. അല്ല, മകളുടെ കാര്യം എന്തായി? ഉയർന്ന മാർക്കോടെ BSc പാസ്സായി. അവളെ ഞാനൊരു വക്കീലാക്കാനാണ് പ്ലാൻ. മകൾ വക്കീല് മിടുക്കിയാണ്, ശോഭിക്കും. പ്രസംഗ മത്സരങ്ങളിൽ ധാരാളം സമ്മാനം വാരിക്കൂട്ടിയിട്ടുള്ളതല്ലേ. ഇനി കോടതിയിൽ പ്രസംഗിക്കട്ടെ. ഈ ബുക്സ് മാത്രമല്ല, അടുത്ത മുറിയിലെ ഷെൽഫ് നിറയെ ലോ ബുക്സ് ആണ്. ഇതിനൊക്കെ ഒരു അവകാശി മിൻഗാമിയൊക്കെ വേണ്ടിയുള്ളൂ. ഇതിനിടയിൽ എൻ്റെ വക ഒരു കൺഗ്രാജുലേഷൻ. ആ കൊലക്കേസ് പ്രതിയെ വെറുതെ വിട്ടില്ലേ? പത്രത്തിൽ വായിച്ചിരുന്നു. അഡ്വക്കേറ്റ് സോമനാഥന്റെ പ്രശസ്തിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. പൊതുജനങ്ങളുടെ വിശ്വസ്ത വക്കീല്. വക്കീലിന്റെ കഴിവിനെയും സാമർഥ്യത്തെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ സോമനാഥ് ഒരു കേസ് എടുത്താൽ അത് വിജയിപ്പിക്കണ്ടേ? അതിനുള്ള സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ മെനയണം. കൊല്ലുന്നത് നേരിട്ട് കണ്ടവനാണ് പ്രോസിക്യൂഷൻ ഭാഗത്തെ പ്രധാന സാക്ഷി. അവനെ ഞാൻ വളച്ച് തന്ത്രപൂർവ്വം കയ്യിലെടുത്തു. കേസിന്റെ വിചാരണ സമയത്ത് അവൻ കൂറുമാറി. കൃത്യം നടന്നത് കണ്ടില്ലെന്ന് കോടതിയിൽ മൊഴി കൊടുത്തു. വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി എന്റെ കക്ഷിയെ വെറുതെ വിട്ടു. കൂറുമാറിയ ആ ദൃസാക്ഷിക്ക് വാങ്ങിക്കൊടുത്തത് എത്രയാണെന്ന് അറിയാമോ? 50,000 രൂപ. അപ്പോൾ എന്റെ ഫീസ് 1 ലക്ഷം. 1 ലക്ഷമോ? പിന്നെ ഇപ്പൊ കോടികളാ ചാർജ്. അത്രയും തന്നാൽ എന്താടോ? പ്രതിയെ പുഷ്പം പോലെ ഞാൻ പുറത്തു കൊണ്ടുവന്നില്ലേ? എന്റെ കേസിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നും ഭയപ്പെടാനില്ല, ധൈര്യമായിരിക്കും. 30 കൊല്ലമായി ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ആകെ 2 കേസുകളാണ് ഞാൻ തോറ്റത്. അത് നിസ്സാരമെന്ന് ഞാൻ കണക്കുകൂട്ടിയ കേസുകൾ. അതുപോലെ
ഇതും നിസ്സാരമായി കാണരുത്. പലിശയും കൂട്ടുപലിശയും അടക്കം ആകെ കൂടി 2 ലക്ഷത്തിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അതെല്ലാം ഞാൻ സുന്ദരമായി കൈകാര്യം ചെയ്തോളാം. അയാളുടെ വക്കീൽ ആരാ? ഞാനും അതാണ് ആലോചിക്കുന്നത്. നരിമാനോ മറ്റോ ആണോ? അറിഞ്ഞില്ല. ഇതറിയാൻ ഞാൻ വേറെ ആള് വഴി രഹസ്യമായി അന്വേഷിച്ചു. അപ്പോൾ ചാക്കോച്ചി പറഞ്ഞത് വലിയൊരു വക്കീൽ അയാൾക്ക് വേണ്ടി സൗജന്യമായി കേസ് വാദിക്കുമെന്നാണ്. അയാൾക്ക് യാതൊരു കൂസലുമില്ല. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ രഹസ്യം? ഇത്രയും വലിയൊരു വക്കീൽ ആരാ? ഇങ്ങനെ ധൈര്യമായി പറയണമെങ്കിൽ നമ്മുടെ കേസിനെ ദുർബലമാക്കുന്ന ശക്തമായ എന്തെങ്കിലും തെളിവുകൾ അയാളുടെ പക്ഷം കാണും. എന്ത് തെളിവുകൾ? സംഖ്യ വാങ്ങിയിട്ടില്ലെന്ന് ചാക്കോച്ചിക്ക് പറയാൻ കഴിയുമോ? അയാൾ ഒപ്പിട്ട് തന്ന പ്രോനോട്ടുകൾ ഇല്ലേ? വസ്തുവിന്റെ ആധാരക്കെട്ട് നമ്മുടെ പക്കലല്ലേ? എന്തോ എനിക്കൊന്നും പിടികിട്ടുന്നില്ല. രവീന്ദ്രൻ ധൈര്യമായി പോയിക്കോളൂ, ഒന്നും സംഭവിക്കില്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. വീണ്ടും കാണാം. ഈ ക്ലിയർ കേസ് തോറ്റ് ബാറിൽ എൻ്റെ മതിപ്പ് പോകും. ഊഹിക്കാൻ കഴിയാത്ത എന്തോ രഹസ്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതെന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂത്രത്തിൽ മുൻകൂട്ടി അറിയണമല്ലോ. അതിനെന്താണ് ഒരു മാർഗം? ഞാൻ കണ്ടുപിടിക്കണോ സാറേ? ഡാഡി വാ കഴിക്കാം. വേണ്ട, നേരത്തെ നീ സംസാരിച്ചപ്പോൾ വിശപ്പെല്ലാം മാറി. ഫ്യൂച്ചറിലെ നിന്റെ മനസ്സിൽ അത് നിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കണമെന്ന് ഞാൻ മുമ്പേ എൻ്റെ മനസ്സിൽ കരുതി. പ്രഗത്ഭനായ അഡ്വക്കേറ്റ് സോമനാഥന്റെ മകൾ, പ്രഗത്ഭയായ അഡ്വക്കേറ്റ് അനീഷ്. നമുക്കും നമ്മുടെ കുടുംബത്തിനും അഭിമാനമുണ്ടാക്കുന്ന റോയൽ സ്റ്റാറ്റസ്. എന്താ ശരിയല്ലേ? ശരിയായിരിക്കാം. എനിക്കൊന്ന് ചിന്തിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു? എന്താ ഈ പ്രൊഫഷനുള്ള മതിപ്പില്ലേ? മതിപ്പുണ്ട്, പക്ഷേ പറയുന്നതിൽ ഡാഡി ക്ഷമിക്കണം. ഡാഡിയുടെ പ്രൊഫഷനോടാണ് മതിപ്പില്ലാത്തത്. എന്താ എന്താ എൻ്റെ പ്രൊഫഷന് കുഴപ്പം? ഡാഡി എന്തിനു വേണ്ടിയാണ് കേസുകൾ വാദിക്കുന്നത്? മനസാക്ഷിയെ വഞ്ചിച്ചും സത്യത്തെ കുഴിച്ചുമൂടിയും കോടതിയിൽ എന്തിനിങ്ങനെ വാദിക്കുന്നു? ഓരോ കക്ഷികൾ വന്ന് സൂട്ട് ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് നിരാകരിക്കണം, വേണ്ടെന്ന് വെക്കണം. സത്യത്തിനും നീതിക്കും നിരക്കാത്ത കേസാണെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള തന്റെ ഇടം കാണിക്കണം. എന്റെ ഡാഡി പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആണ്, ശരി. ഏതു കേസും എങ്ങനെയും വാദിച്ച് ജയിക്കുന്നതല്ല പ്രാഗൽഭ്യം. സത്യസന്ധമായി വാദിച്ച് തന്റെ കക്ഷിക്ക് അർഹിക്കുന്ന നീതി വാങ്ങിക്കൊടുക്കണം, അതാണ് പ്രാഗൽഭ്യം. എന്നെ പഠിപ്പിക്കുകയാണോ? അമ്മയുടെ വക ഉപദേശം, മകളുടെ വിമർശനം, ഇനി എന്തൊക്കെയാ കേൾക്കേണ്ടത്? എല്ലാം എന്റെ ഡാഡിയുടെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടിയാണെന്ന് കൂട്ടിയാൽ മതി. എന്റെ നന്മയും ഭാവിയും ഞാൻ നോക്കിക്കൊള്ളാം, ആരും ഇടപെടണ്ട. ഓ, എന്ത് വാചാലമായ പ്രസംഗം! വക്കീലാവുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയല്ലോ. ഇല്ല ഡാഡി, ഇങ്ങനെ ഒരു അവസ്ഥയിൽ വക്കീലാവാൻ എനിക്ക് കഴിയില്ല. അഥവാ ആയാൽ ഡാഡിയുടെ എതിർ കക്ഷിക്ക് വേണ്ടിയാവും ഞാൻ വാദിക്കുക. അപ്പോൾ കോടതി മുറിയിൽ ഡാഡിയും മകളും തമ്മിലാവും യുദ്ധം. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട. വേണ്ട, ഞാൻ എന്റെ വഴിക്ക് നീങ്ങിക്കൊള്ളാം. ഡാഡിയെ നയിക്കുന്നത് സത്യനീതികളല്ല, പണമെന്ന വികാരമാണ്. പണത്തിന് എന്തിനിത്രയും ആർത്തി? ആർക്കു വേണ്ടിയാണ് ഡാഡി ഇങ്ങനെ സമ്പാദിക്കുന്നത്? ഏക മകളായ എനിക്ക് വേണ്ടിയോ? എനിക്കിതൊന്നും വേണ്ടെങ്കിലോ? എവിടുന്ന് കിട്ടി നിനക്ക് ഈ ധിക്കാരത്തിന്റെ സ്വരം? ധിക്കാരത്തിന്റെ സ്വരമല്ല, മനോനൊമ്പരത്തിന്റെ മുഴക്കം. 1 ലക്ഷം ഫീസ് വാങ്ങി ആ കൊലപാതകയെ ഡാഡി രക്ഷിച്ചില്ലേ? വെട്ടേറ്റ് മരിച്ചവന്റെ വീട്ടുകാരുടെ ദുഃഖം, അവരുടെ ചൂട് കണ്ണീർ ആര് കാണും? ആ കൂട്ട നിലവിളി ആര് കേൾക്കും? ഒരു ഭർത്താവിന് നിർബന്ധമായും ഡൈവോഴ്സ് വേണം. അതിന് ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് വ്യാജരേഖ ഉണ്ടാക്കി ഡാഡി കോടതിയിൽ വാദിച്ച് ഡൈവോഴ്സ് വാങ്ങിക്കൊടുത്തില്ലേ? ഭീമമായ ഫീസിന് പുറമെ സന്തോഷത്തിന് ആ മനുഷ്യൻ 10,000-ന്റെ ഒരു കെട്ടുകൂടി ഇവിടെ കൊണ്ടുവന്ന് തന്നില്ലേ? വ്യാജരേഖയും കള്ളസാക്ഷിയും ഒരുക്കിയതിന്റെ ആഹ്ലാദമായിരുന്നു നിങ്ങൾക്ക് 2 പേർക്കും. തീർന്നോ നിന്റെ കുറ്റവിചാരണ?
എന്റെ ഡാഡി ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചോ? പാവനമായ ഒരു ബന്ധം മുറിച്ചു കളഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണീര് ഡാഡി കണ്ടില്ല. ഇങ്ങനെ എത്രയെത്ര കേസുകൾ. ഇതെല്ലാം കടുത്ത ശാപവും ശിക്ഷയുമായി വന്ന് എന്റെ ഡാഡിയെ കൊത്തി വലിക്കില്ലേ? ഈശ്വര കോപം കൂരമ്പുകളായി പാഞ്ഞു വരില്ലേ? മതി, നിർത്ത്. എനിക്ക് ഭയമാകുന്നു ഡാഡി, സത്യമായിട്ടും ഭയമാകുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അനുഭവിക്കാൻ അമ്മയും ഞാനും മാത്രമേ ഉണ്ടാവൂ.